തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അന്ധകാരത്തിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമായി ഉദയനക്ഷത്രം ജനിച്ചിരിക്കുന്നു. സ്വർഗീയ പുത്രന് വഴിയൊരുക്കാൻ വന്ധ്യയായ എലിശബ വാർദ്ധക്യത്തിൽ യോഹന്നാൻ സ്നാപകന് ജന്മം നൽകുന്നു. പരിശുദ്ധ സഭയുടെ ആരാധനാ വർഷങ്ങളിലെ 5ാം ഞായറാഴ്ചയായ ഇന്ന് വിശുദ്ധ യൂഹാനോൻ മാംതായുടെ ജനനമാണ് ധ്യാന വിഷയം. പരിശുദ്ധ സഭ ഈ ദിനം ബാലദിനമായി ആചരിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് 1:57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളാണ്. സ്വർഗീയ കൃപയുടെ അതിമഹത്തായ സാക്ഷ്യവുമാണ് യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നത്. വന്ധ്യയായ എലിശബ വാർദ്ധക്യത്തിൽ യോഹന്നാൻ സ്നാപകന് ജന്മം നൽകിയതിലൂടെ ഇഷ്ടന്മാരും അയൽക്കാരും ദൈവകരുണയിൽ തിരിച്ചറിഞ്ഞു. അവർ ദൈവകരുണയിൽ സന്തോഷിച്ചു. തന്റെ ജനനത്താൽ തന്റെ പിതാവിന്റെ നാവിന്റെ ബന്ധനമഴിയുകയും മാതാവിന്റെ വന്ധ്യത്വം നീങ്ങുകയും മാമോദീസയുടെ ഉദരം അവനാൽ തുറക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിലൂടെ പിറന്ന പൈതലിനെ വിളിക്കുവാനിട്ട് നാമം യോഹന്നാൻ എന്നാണ്. അനുനിമിഷം നാം അനുഭവിക്കുന്ന ദൈവകൃപയ്ക്ക് മുൻപിൽ നന്ദിയുള്ളവരാകണം. ദൈവം കരുണ ചെയ്തു, ദൈവം കൃപാലുവാണ് എന്നൊക്കെ അർത്ഥമുള്ള നാമം നൽകിയതിലൂടെ കർത്താവിന്റെ മുന്നോടി എന്നവൻ ഏൽപ്പിക്കപ്പെട്ട നിയോഗം ഉറപ്പിക്കപ്പെടുകയാണ്. പൂർണ്ണ നീതിയോടുകൂടി തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം യോഹന്നാൻ ഭംഗിയായി നിറവേറ്റി. നിലനിൽപ്പിനായുള്ള പോരാട്ടം, ഐഡന്റിറ്റി ക്രൈസിസ് വലിയ പ്രതിസന്ധിയാകുന്ന കാലത്ത് കർത്താവിന് വഴിയൊരുക്കി ദൈവകൃപയുള്ള ഈ ജീവിതം ഏറെ പ്രസക്തമാണ്. ഈ ജനനം സക്രിയ പുരോഹിതന് വിമുക്തിയും വിമോചനവുമായിരുന്നു. മൗനകാലം പൂർത്തിയാക്കി നിലച്ചു പോയ നാവുകൾ കൊണ്ട് പുരോഹിതൻ ആദ്യമായി ഉച്ചരിച്ചതിങ്ങനെ: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. വിചാരധാരയെ തുറക്കുന്ന മൗനത്തിലൂടെയും ആത്മമിരികളെ പ്രകാശിപ്പിക്കുന്ന അനുതാപത്തിലൂടെയും അന്തരാത്മാവിൽ നിന്ന് പുരോഹിതൻ ഇങ്ങനെ പ്രവചിക്കുന്നു: നീതിസൂര്യന് വഴിയൊരുക്കാൻ, പാപമോചനം മൂലമുള്ള രക്ഷാപരിജ്ഞാനം കൊടുക്കുവാൻ, ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമാകുവാൻ സമാധാന മാർഗം തെളിഞ്ഞിരിക്കുന്നു. നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകരെന്ന് വിളിക്കപ്പെടും. മൗനം തീക്ഷ്ണതയുള്ള ആത്മാനുഭവമാണെന്ന തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകുന്നു. ജനിച്ചു വീഴുന്ന ഓരോ പൈതലിനും നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ യോഹന്നാൻ സ്നാപകരെ പോലെ ദൈവകരുണ പ്രാപിച്ച് നമുക്കും ആത്മാവിൽ ബന്ധപ്പെടാം. അതിനായി ആത്മീയ വരിയിൽ അവരെ നയിക്കുവാനുള്ള ബാധ്യത നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. ആ കർത്തവ്യം ഭംഗിയായി നിറവേറ്റി രക്ഷിതാവിന്റെ മുന്നോടിയുള്ള ജനനത്തിൽ നമുക്ക് സന്തോഷിക്കാം, സ്തുതി പാടാം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഈ ദിനം ബാലദിനമായി ആചരിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരുക്കമുള്ള പൈതങ്ങളായി വളരുവാൻ കുട്ടികളായി നമ്മിൽ ഫലമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. ക്രിസ്തു സാന്നിധ്യ ബോധത്തിൽ സ്നാപക യോഹന്നാനെ പോലെ നമുക്കും വളരാം. ആയതിന് ദൈവത്തിന്റെ പൈസറുഹ നമ്മെ ഏവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ നാമം